നമസ്കാരം. ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും നമ്മൾ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ കഴിഞ്ഞില്ലേ, ഇനിയും ഒരുപാടുണ്ടോ, ഇത്രയും വലിയ സ്റ്റിച്ചാണോ എന്നൊക്കെ. അപ്പോൾ എപ്പിസോട്ടമി എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. എപ്പിസോട്ടമി എന്തിനിടുന്നു, എത്ര നാൾ കഴിയുമ്പോൾ അത് തന്നെ പോകുമോ, തന്നെ പോകില്ലേ, എത്ര നാൾ കഴിയുമ്പോൾ പോകും, അതെങ്ങനെ നിങ്ങൾ കെയർ ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴാണ്, എത്ര ലെയറായിട്ടാണ് അത് സൂച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ തുന്നുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്താണ് എപ്പിസോട്ടമി? എപ്പിസോട്ടമി എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് കാണുമ്പോൾ നമ്മൾ താഴ്ഭാഗത്തിടുന്ന ഒരു സർജിക്കൽ ഇൻസിഷൻ, അതായത് നമ്മളായിട്ട് സിസേഴ്സ് ഇട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻസിഷൻ, അതാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് പറയുന്നത് റെസ്ട്രിക്റ്റീവ് എപ്പിസോട്ടമി എന്നാണ്. അതായത് റെഗുലറായിട്ട് എല്ലാവർക്കും എപ്പിസോട്ടമി കട്ടിടേണ്ട കാര്യമില്ല. കുഞ്ഞ് ചെറിയ ബേബിയാണ്, പുറത്തേക്ക് ഇറങ്ങി വരും, അത്രയും താഴ്ഭാഗം നല്ല ലൂസായിട്ടിരിക്കുകയാണ്, ബേബിക്ക് ഇറങ്ങി വരാനുള്ള സ്പേസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിടേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്? പലരും ചോദിക്കാറുണ്ട്, കട്ട് ചെയ്തോ, എന്തിന് കട്ടിട്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഒന്ന്, ബേബിയുടെ തല പുറത്തേക്ക് കാണുമ്പോൾ ബേബിയുടെ തല എന്ന് പറയുന്നത് ഏകദേശം 10 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയൊക്കെ ആകുമ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് വളരെ ചെറിയ ഹോളായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് 10 സെൻറ്റിമീറ്ററോളം ബേബിയുടെ തല ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ കട്ട് ഇട്ട് കൊടുത്തേ മതിയാവുള്ളൂ. പ്രത്യേകിച്ച് താഴ്ഭാഗം കട്ടി കൂടുതലുള്ള ഫസ്റ്റ് പ്രഗ്നൻസി പോലുള്ള ആൾക്കാരാണെങ്കിൽ. പിന്നെ സെക്കൻഡ് തേർഡും ആണെങ്കിൽ ചിലർക്ക് നമ്മൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് തുന്നി കഴിയുമ്പോഴും അത് ഫസ്റ്റ് പ്രഗ്നൻസി പോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഇൻറ്റാക്റ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും അവിടെ കട്ടിട്ടാലേ ബേബിയുടെ തല ഇറങ്ങി വരുള്ളൂ. അപ്പോൾ മെയിൻലി നമ്മൾ ആ ഇൻസെഷൻ ഇടുന്നത് ബേബിക്ക് ഡെലിവറി ആവാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാനാണ്, അതായത് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ്. അങ്ങനെ തന്നെ കുറേ സമയം ബേബി ഇരിക്കുകയാണെങ്കിൽ ബേബിക്ക് ശ്വാസം മുട്ടാം, അല്ലെങ്കിൽ ഓക്സിജൻ കുറവ് വരാം, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത്, നമുക്ക് ഈ ഹോൾ, അതായത് നമ്മളെ ബേബി ഇറങ്ങി വരുന്ന ഹോളിന് തൊട്ട് മുകളിലായിട്ട് മൂത്രം പോകുന്ന ദ്വാരം, അതായത് മൂത്രനാളിയും തൊട്ട് താഴെയായിട്ടിരിക്കുന്നത് നമ്മൾ മലദ്വാരവുമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരുപാട് സ്പേസ് ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. കുറച്ച് വളരെ ചെറിയ 1-2-2.5 സെൻറ്റിമീറ്റർ നീളം വലിപ്പം വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഇടാണ്ടേ ബേബി ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തന്നെ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? ഡയറക്റ്റായിട്ട് താഴേക്ക് പോയി മലദ്വാരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. നമ്മുടെ മലദ്വാരത്തിന് മലം പോകുന്നത് നമുക്ക് വോളണ്ടറിലി ആയിട്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് പോകണ്ട എന്ന് പിടിച്ചു നിർത്താനായിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന 2 സ്ഫിങ്ക്റ്റേഴ്സ് ഉണ്ട്. സ്ഫിങ്ക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട എന്ന് തോന്നുമ്പോൾ അത് ചുരുങ്ങിയിട്ടാണ് ആ മലദ്വാരം അടഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. അത് പൊട്ടിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നാൻ പാടാണ്. 1, 2 അത് ഹീൽ ചെയ്ത് വന്നാലേ നമുക്ക് ആ പ്രോപ്പറായിട്ട് മോശം പോകുന്നതിൻ്റെ കൺട്രോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ താഴേക്ക് കീറിപ്പോന്നാൽ ഇത് കട്ടായി പോകാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് പലരും എപ്പിസോട്ടമി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക്, അതായത് ബേബി ഇറങ്ങി വരുമ്പോൾ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ കീറിപ്പോകുന്നത് മുകളിലേക്കും കീറിപ്പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ മൂത്രനാളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അവിടെ വരുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് അതിഭീകരമായ ബ്ലീഡിംഗ് ആണ്, കാരണം അവിടെ രക്തോട്ടം കൂടുതലുള്ള സ്ഥലമാണ്. അതിന് പുറമെ നമ്മളവിടെ തുന്നി വെച്ചാലും അവിടുത്തെ പെയിൻ കൂടുതലാണ്. മൂത്രനാളിക്ക് ചുറ്റുമുള്ള ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അവിടെ പെയിൻ കൂടുതലാണ്. അത് കാരണം ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ചിലർക്ക് അവിടുത്തെ പെയിൻ കാരണം മൂത്രം പോകാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ട്യൂബിട്ട് മൂത്രം എടുക്കേണ്ടിയൊക്കെ അവസ്ഥ വരാം. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളവിടെ ഇൻസിഷൻ ഇടുന്നത്, അതായത് എപ്പിസോട്ടമി ഇടുന്നത്. ഇനി എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ഉണ്ട് കറക്റ്റായിട്ട് എപ്പിസോട്ടമി ഇട്ടിരിക്കണം എന്നുള്ള അവസ്ഥ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, ബേബിയുടെ സൈസ് വലുതാണ് എന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. 2, നമ്മൾ ബേബിയുടെ തല വന്നതിന് ശേഷം ഷോൾഡർ വരാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഷോൾഡർ ഡിസ്റ്റോഷ്യ. പിന്നെ ഫോസെപ്സോ ബാക്കോ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഇട്ട് ബേബിയെ ഡെലിവറി ആക്കുന്നുണ്ടെങ്കിൽ. ഫേസ് ടു പിബിസ് ഡെലിവറി ആണെങ്കിൽ, അതായത് സാധാരണ കുട്ടിയുടെ തലയുടെ ബാക്ക് ഭാഗമാണ് ആദ്യം ഇറങ്ങി വരിക, പക്ഷേ ഫേസ്, മുഖമാണ് ഫ്രണ്ടിലേക്ക് ആദ്യം ഇറങ്ങി വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ സ്പേസ് വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എപ്പിസോട്ടമി ഇട്ടിരിക്കണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ താഴ്ഭാഗം ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ അതിന് നമ്മൾ റിജിഡ് പെരിനിയം എന്ന് പറയും. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആവുന്നവർക്ക് താഴ്ഭാഗം ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്തായാലും എപ്പിസോട്ടമി ഇട്ടാലേ ബേബി ഇറങ്ങി വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബ്രീച്ച് ഡെലിവറി, അതായത് ഊരഭാഗമായിട്ട് തന്നെ ബേബിയെ ഡെലിവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എപ്പിസോട്ടമി അഥവാ താഴേക്ക് ഇൻസെഷൻ ഇട്ടിരിക്കണം. അപ്പോൾ ഇനി അതിൻ്റെ ടൈപ്സ് പറയാം. 2-3 രീതിയിൽ ഇടാം.
ഒന്നുകിൽ താഴേക്ക് തന്നെ ഡയറക്റ്റ് താഴേക്ക് തന്നെ മിഡ് ലൈൻ എപ്പിസോട്ടമി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് താഴേക്ക് തന്നെ കട്ടിടാം. പക്ഷെ അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ നമ്മുടെ മലദ്വാരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കട്ടിടാം. സാധാരണയായിട്ട് എല്ലാ ഡോക്ടേഴ്സും ഇടുന്നത് റൈറ്റിലേക്കാണ്. അത് 60 ഡിഗ്രി ആംഗിളിലാണ് ഇടുക. ഇനി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ സൂച്ചർ തുന്നും മറുപിള്ള വന്നതിന് ശേഷമാണ് ഈ കട്ട് സൂച്ചർ ചെയ്യുക. സൂച്ചർ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മിക്കവാറും യൂസ് ചെയ്യുന്നത് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്ന സൂച്ചേഴ്സാണ് ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുക. ഒന്നുകിൽ കാറ്റ്ഗട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വൈക്രൽ റാപ്പിഡ് ആയിരിക്കാം. ഇതൊരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ആകുമ്പോൾ തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്ന സൂച്ചേഴ്സ് ആയിരിക്കും. പിന്നെ മുന്നത്തെ പ്രഗ്നൻസിയിൽ സ്റ്റിച്ച് ഇട്ടു, അബ്സോർബിൾ സൂച്ചേഴ്സ് ഇട്ടപ്പോൾ ഇൻഫെക്ഷൻ വന്നു, അത് വിട്ട് വന്നു എന്നൊക്കെ പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അബ്സോർബബിൾ അല്ലാത്ത സ്റ്റിച്ച് ഇട്ടേക്കാം. അതൊരു 2 ആഴ്ച കഴിയുമ്പോൾ മാറ്റേണ്ടി വന്നേക്കാം, സൂച്ചേഴ്സ് എടുക്കേണ്ടി വന്നേക്കാം. പിന്നെ ഇതിനി ഡെലിവറി സമയത്ത്, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഭയങ്കരമായ ഒരു ട്രെൻഡാണ് ഒരുപാട് തിളച്ച വെള്ളം എടുത്ത് താഴേക്ക് ഒഴിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങും എന്നാണ് പലരും പറയുന്നത്. പലരും ഈ വീട്ടിൽ കെയർ ചെയ്യാനൊക്കെ വരുന്ന ഉമ്മമാരെ അല്ലെങ്കിൽ വീട്ടിൽ കെയർ ചെയ്യാൻ വരുന്ന അമ്മമാരൊക്കെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നു, നമ്മൾ അതിനെ കൊണ്ടുവന്ന് തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചാൽ അത് ഉണങ്ങുമോ? ഇല്ല. കാരണം അവിടെ വീണ്ടും പൊള്ളൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ ആ സ്കിന്ന് ഡെഡ് സ്കിന്നായി പോകും, സ്കിന്ന് ഹെൽത്തി സ്കിൻ അല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പണ്ടുള്ളവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അവരവിടെ താഴെ ഒഴിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. അന്നത്തെ കാലത്ത് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഒന്നുകിൽ അതിനകത്ത് ഇറങ്ങിയിരിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവിടേക്ക് ഒഴിക്കാം. പിന്നെ ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഭയങ്കര പെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് പാക്ക് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, പെയിൻ കുറഞ്ഞു കിട്ടും. പിന്നെ ക്ലീൻ ആക്കി വാഷ് ചെയ്ത് വെക്കണം. അവിടെ ആ സ്റ്റിച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് തൊടാത്ത ആൾക്കാരാണ് കൂടുതലും. അവിടെ അഴുക്കിരുന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, സ്റ്റിച്ച് വിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മോഷൻ പോകുന്ന ഹോള് തൊട്ടടുത്തായതുകൊണ്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മോഷൻ അവിടെ ഇരിക്കാനും അത് കാരണം ഇൻഫെക്ഷൻ വരാനും സ്റ്റിച്ച് വിട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോയ്ലറ്റിലൊക്കെ പോയി വരുമ്പോൾ ചെറിയ മൈൽഡായിട്ടുള്ള ഒരു സോപ്പിട്ട് അവിടെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കയറുക എന്നുള്ളതാണ്. പിന്നെ പ്രോപ്പറായിട്ട് ആൻറ്റിബയോട്ടിക്സ് മിക്കവാറും ഒരു 3 to 5 ഡേയ്സ് എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും ആൻറ്റിബയോട്ടിക് കൊടുത്തുവിടും. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് താഴ്ഭാഗം കെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് എപ്പിസോട്ടമി. എന്തിനിടുന്നു, എത്ര നാൾ കഴിയുമ്പോൾ അത് തന്നെ പോകുമോ, തന്നെ പോകില്ലേ, എത്ര നാൾ കഴിയുമ്പോൾ പോകും, എന്തൊക്കെയാണ് അതിനെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.